മൈഥിലി എന്നെ വിട്ടുപോയതും തുടർന്നുള്ള കാര്യങ്ങളുമെല്ലാം കമ്മീഷണർക്കറിയാം. ഇവളെന്റെ കസ്റ്റഡിയിലുണ്ടെന്നുള്ള കാര്യം രേഖാമൂലം അറിയിക്കാനാ ഞങ്ങൾ പോയത്. കമ്മീഷണറുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ തമ്മിൽ ഒരു ധാരണയായി. യാതൊരു തർക്കവും ഇല്ലാതെ മൈഥിലി വിവാഹമോചനത്തിന് സമ്മതിച്ചു. ഇത് ഞാൻ അപ്പ പറയാതിരുന്നത് ഡിവോഴ്സിന് മൈഥിലി സമ്മതിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്തായാലും വളരെ സന്തോഷത്തോടെ തന്നെ മൈഥിലി അക്കാര്യം സമ്മതിച്ചു. ന്യായമായ കാര്യം. വഴക്കും പിണക്കവും പ്രതികാരമൊന്നും ഇല്ലാതെ ആ കുട്ടി അവരുടെ വഴി നോക്കട്ടെ. ഈ കാര്യം അന്നേരം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ തമ്മിലൊരു വഴക്കൊഴിവാക്കായിരുന്നു. അന്നേരം ഇക്കാര്യത്തിന് പോകുന്നെന്ന് കാർത്തി എന്നോട് പറഞ്ഞിരുന്നില്ല. ഇല്ലെങ്കിൽ ഞാൻ എല്ലാരോടും ഇത് തുറന്നു പറയുമായിരുന്നു. നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെ സ്വസ്ഥമായി നിങ്ങളെ ജീവിക്കാൻ ഞാൻ വിടില്ല. രണ്ടുപേർക്കും ഒരുപോലെ സമ്മതമാവുമ്പോ വളരെ വേഗം തന്നെ കോടതി വിവാഹമോചനം തരും. ആ എങ്കിൽ അക്കാര്യം എത്രയും പെട്ടെന്ന് ആവട്ടെ. ആ എന്നാ പിന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിക്കൂടെ? അതല്ലേ നല്ലത്. അച്ഛൻ എന്നെ വീട്ടിൽ കയറ്റില്ല. ആ അത് നേരെ. ഒരുവിധ അന്തസ്സുള്ളവരാരും നിന്നെ വീട്ടിൽ കയറ്റത്തില്ല. അത്ര നല്ല സ്വഭാവമാണല്ലോ നിനക്ക്. ഒരു കാര്യം ചെയ് കാർത്തി, നീ ഇവളെ ഏതെങ്കിലും വിമൻസ് ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്ക്. അതിനുള്ള വാടക ഞാൻ തന്നേക്കാം. എന്നാലും ഈ ഏടാകൂടം ഇതിനകത്തൊന്നു പോട്ടെ. അത് ശരിയാവില്ലമ്മേ. മൈഥിലി ഇവിടെ തന്നെ താമസിക്കട്ടെ. ഞാനൊരു അഡ്വക്കേറ്റിനെ കണ്ട് ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത് വരെ മൈഥിലി ഇവിടെ തന്നെ വേണമല്ലോ. ആ അതിലൊരു ന്യായമുണ്ട് അല്ലേ നന്ദിനി? ആ അതെ. അല്ല, മീനാക്ഷി എന്താ വിശ്വാസം വരാതെ നോക്കുന്നേ? ഇവളുടെ പല ഉടായ്പകളും കണ്ടവളാ ഞാൻ. എനിക്ക് അങ്ങനെ വിശ്വാസം വരില്ല. ഇവളെ മരയോന്ത്. കേറുന്ന മരത്തിനനുസരിച്ച് ഇവള് നിറം മാറും. വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ പൂജാമുറി ചെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കാം. അയ്യോ വേണ്ട വേണ്ട, കർപ്പൂരം തീർക്കണ്ട, ആ പൂജാമുറി അശുദ്ധമാക്കണ്ട. നീ ഡിവോഴ്സിനൊന്ന് തയ്യാറായാ മതി. അന്നേരം മറുകണ്ഠം ചാടിയാലേ ചാടുന്ന കാലി ഞാനങ്ങ് വെട്ടും. മൈഥിലി അകത്തേക്ക് പോ. ഇവന്റെ ഒരു കാര്യം. മീനാക്ഷി നിന്ന് നിന്റെ ചില നോട്ടത്തിന്റെ ഒക്കെ മീനിങ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അറിയുമല്ലോ, നീ നിന്റെ കാമുകൻ ആ ഗജ ഫ്രോഡ് വൈശാഖും കൂടി ഒരുക്കിയ ഡ്രാമയാണല്ലോ. കല്യാണവും ഒളിച്ചോട്ടവും പിന്നെ മൈഥിലിയും. അതില് നല്ലൊരു റോള് നീ നിന്റെ അവനും കൂടി എനിക്ക് തന്നായിരുന്നു. അന്നേ ഞാൻ പഠിച്ചതല്ലേ നിന്റെ തരികിടകള്. എന്റെ ഫാൻസുകാരെ സന്തോഷിപ്പിക്കാൻ എനിക്ക് പലതും ചെയ്യേണ്ടി വരും. ഓ, നിനക്കുണ്ടോ ഫാൻസ് അസോസിയേഷൻ? അസോസിയേഷൻ ആയിട്ടൊന്നുമില്ല, ഇവിടെ ചിലരുണ്ടല്ലോ, അവരൊക്കെയാ ഇപ്പൊ എന്റെ ആരാധകര്. ഓ അങ്ങനെ.
അത് ഞാൻ അറിഞ്ഞില്ല. ഞാനും കാർത്തിയും വിവാഹമോചിതരാവും. പക്ഷേ നീ നിയമപരമായി കാർത്തിക്കിന്റെ ഭാര്യയാവൂന്നോർത്ത് ഞെകളിക്കണ്ട. തറയിൽ നിന്നാ മതി. നീയാണോ ഞാൻ എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്? ആ, ഇക്കാര്യത്തിൽ ഞാൻ തന്നെയാ. ഒന്ന് പോടി. എന്താ ACP നിന്നോട് പറഞ്ഞിട്ടുണ്ടോ ഡിവേഴ്സ് കഴിഞ്ഞാലും നിന്നെ ഇവിടെ നിർത്തിക്കോളാന്ന്? ഞാനും കാർത്തിയും തമ്മില് പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നിന്നോട് പറയണമെന്നുണ്ടോ? എന്റെ ACP കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. നീ നിന്റെ കാര്യം നോക്കി പോ. ഭാര്യയായ ദേവമ്മ ഇവിടെ ഉള്ളപ്പോ മറ്റൊരു പെണ്ണിന്റെ പുറകെ പോയ ആളാ നിന്റെ അച്ഛൻ ജയറാം. ഛി, നിർത്തടി. എന്റെ അച്ഛനെ കുറിച്ച് പറയാൻ നിനക്ക് എന്താ യോഗ്യത? മേലാൽ എന്റെ അച്ഛനെയും അമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ നീ പല്ലില്ലാതെ നടക്കും. തല്ലി ഞാൻ കൊഴിക്കും നിന്റെ പല്ലുകള്. യൂസ്ലെസ് ഫെലോ. എന്റെ കൃഷ്ണ, കാർത്തിമോനെയും മീനാക്ഷിയും കാത്തുരക്ഷിക്കണേ. ഇപ്പൊ ഇവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സമാധാനപൂർവം ഒന്ന് പരിഹരിച്ചു തരണേ എന്റെ കൃഷ്ണ. ഇന്നുവരെ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തന്നിട്ടുണ്ട്. ഈ പ്രശ്നവും അതുപോലെ പരിഹരിച്ചു തരണേ കൃഷ്ണ. അമ്മേ. എന്താ മോളെ? ആ നന്ദിനി, അതെ, രണ്ടുപേരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ സാവിത്രി? സാവിത്രി പറഞ്ഞോ. അന്നത്തെ അറിവില്ലായ്മയില് മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഉപകരണങ്ങളെല്ലാം ഞാൻ വെറുതെ പിടിച്ചു വെച്ചു. എന്നോട് ക്ഷമിക്കണം അമ്മേ. ഞാനതെല്ലാം കൂടെ തിരിച്ചിവിടെ തന്നെ കൊണ്ടുവച്ചേക്കാം. നീ വിഷമിക്കേണ്ട മോളെ. ജോലി നടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ പകരം ഉപകരണങ്ങൾ വാങ്ങിച്ചു. അയ്യോ, എന്റെ വിവരദോഷം കൊണ്ട്. സാരമില്ല, നിന്റെ വിവരദോഷമൊക്കെ മാറിയല്ലോ. അതിലപ്പുറം ഒരു സന്തോഷം ഞങ്ങൾക്ക് വേറെ ഇല്ല. അല്ല, അമ്മ ഇപ്പൊ നന്ദിനിയടുത്തെ കണ്ണിറുക്കി കാണിച്ചെന്തിനാ? അയ്യോ, അത് നീ കണ്ടോ? ആ, കണ്ടു. അയ്യോ, കാണണ്ടായിരുന്നു. എന്താ പറയമ്മേ? അയ്യോ മീനാക്ഷി, മോളെ. അയ്യോ മോളെ, അമ്മേ, മീനാക്ഷി, അത് ജേട്ടന്റെ മുറിയുന്നാണല്ലോ. മീനാക്ഷി, മോളെ. മോളെ, എന്ത് വാ നോക്കാം, വാ. ഓടി വാ. അയ്യോ മീനാക്ഷി. അയ്യോ ഏട്ടാ, അയ്യോ ഏട്ടാ, എന്താ പറ്റിയേ? മോനെ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇതെന്തു പറ്റിയതാ? ഞാൻ കട്ടിലിൽ നിന്ന് വീണതാ. അയ്യോ എന്റെ ദൈവമേ, അമ്മേ. അയ്യോ മോനെ. അയ്യോ, മോളെ, അച്ഛാ, പിടിക്ക്. അച്ഛാ, അച്ഛാ. മോളെ. ഏട്ടാ, അമ്മേ, ചേട്ടാ. മോനെ, എനിക്ക് വേഗം എഴുന്നേക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ജഗദീഷിനെ വിളിക്കേ. ജഗദീഷേ, 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 മോനെ, ജഗദീഷേ. മോനെ, എഴുന്നേക്കാൻ പറ്റുന്നില്ല. എഴുന്നേക്കാൻ നോക്ക്. ജഗദീഷേ. അയ്യോ മോനെ, അച്ഛ എഴുന്നേക്കച്ച. അച്ഛ എഴുന്നേക്ക്. മോനെ ജയറാമേ. നിലടാ അവിടെ. നീ എന്താ വിദേശ പര്യടനത്തിന് പോയേക്കുമായിരുന്നോ? അയ്യോ, ഏതൊക്കെ രാജ്യത്തിലായിരുന്നാവോ? ഉഗാണ്ട, ഉട്ടേപ്യ, അർമേനിയ.
എന്താ അമ്മ കളിയാകുവാണോ? അതല്ല, ആ പോലീസ് സ്റ്റേഷനിൽ വന്ന് നാണം കെട്ട് നിന്നെ ഞാൻ ജാമ്യത്തിൽ ഇറക്കിയതാ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് നീ പോയതല്ലേ. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് കേറി വന്നിരിക്കുന്നു. മനസ്സാകെ തകർന്നു പോയമ്മേ. പിന്നെ വല്ലാത്ത നാണക്കേടും. അതാ ഞാൻ തൽക്കാലം മാറിയുന്നത്. ഈ മനപ്രയാസം നാണക്കേടും ഒക്കെ നീ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ലേ? ഡാ, നീ എന്തൊക്കെ വൃത്തികടയി ചെയ്തു കൂട്ടുന്നേ. ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അമ്മ, മൈഥിലി എവിടെ? ആര്? അതെ, മൈഥിലി. ആ, മൈഥിലി, ഉം. മൈഥിലി, മൈഥിലി. മൈഥിലി മൈഥിലി എന്ന് പറഞ്ഞ് കിടന്ന് അലറണ്ട. അവൾ ഇവിടെ ഇല്ല. അല്ല, അവളോടെ പോയി. അവളെ അവിടെ പാട്ടിന് പോയി. ഒരുത്തനെ ചതിച്ച് നിന്റെ കൂടെ കൂടിയവളാണെങ്കിലും അവള് മാനാഭിമാനമുള്ള പെണ്ണല്ലേ. ഭർത്താവ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ ഏതെങ്കിലും പെണ്ണിനെ അതൊക്കെ സഹിക്കാൻ പറ്റുമോ? അവള് പോയി. അമ്മ എന്താ ഈ പറയുന്നേ? ആ, കീരി വാ പൊളിക്കും പോലെ നീ നിന്ന് വായൊന്നും പൊളിക്കണ്ട. ഞാൻ പറഞ്ഞ സത്യവാ. അവള് വയറ് നിറച്ച് വിഷവും കഴിച്ച് ഏതോ ഒരു അമ്പലത്തിന്റെ വാതുക്കെ പോയി വീണു. പഴയ ഭർത്താവ് കാർത്തി വന്നെടുത്തോണ്ട് അങ്ങ് പോയി. ഇപ്പോ ചെമ്പകമംഗലത്തുണ്ട്. മാലതി വിളിച്ചു പറഞ്ഞ ഞാനിതൊക്കെ അറിഞ്ഞത്. അവളെ ചെമ്പകമംഗലത്ത് സസുഖം വാഴുക. ഏതായാലും കാർത്തിക്കിന് അങ്ങനെ 2 ഭാര്യമാരായി. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്തെന്തോ നിന്റെ സമ്മതം അവക്കെന്തിനാ? നീ നിയമപരമായി അവളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ, തട്ടിക്കൊണ്ടു വന്നതല്ലേ. സഹിയട്ടപ്പോ അവളങ്ങ് പോയി. അവളെ ഞാനങ്ങ് കൊല്ലും. കൊല്ല നീ ആരാടാ? ആരാച്ചാരോ? എന്നെ വഞ്ചിച്ചവളെ ഞാൻ വെറുതെ വിടില്ല. ആ, നീ ആ കാർത്തിയെ ചെമ്പകമംഗലംകാരെ മൊത്തം വഞ്ചിച്ചിട്ടല്ലടാ അവളെ തട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നത്. ഡാ, നീയൊക്കെ കരുതുന്നത് പോലെ പെണ്ണുങ്ങൾ നിന്റെ ഒന്നും അടിമകളല്ല. അവള് നിന്നെ കൊല്ലാതെ വിട്ടതിന് നീ ദൈവത്തോട് പ്രാർത്ഥിക്കും. മിണ്ടരുത് നിങ്ങള്. മിണ്ടിയാലേ കൊല്ലു എല്ലാത്തിനെയും. ആഹാ, അങ്ങാടി തോറ്റൻ അവൻ അമ്മയുടെ നേരെയാണല്ലോ. അവളെ ഞാനൊന്ന് തീർക്കും. നിക്കടാ അവിടെ. ഡാ, ഈ രാത്രി നീ ചെമ്പകമംഗലത്ത് കയറി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. രാവിലെ ഒരു ചാക്കും ചൂലുമായിട്ട് വന്ന് നിന്റെ എല്ലാം കൂടെ അടിച്ചുകൂട്ടി അതിനകത്താക്കി തലേ ചുവന്നോണ്ട് വരാൻ എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങൾ വായടക്കി നിൽക്കുന്ന നല്ലത്. ഇല്ലെങ്കിലുണ്ടല്ലോ പറഞ്ഞേക്കാം. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിഞ്ഞോളൂ. എന്റെ പൊന്നുമോൻ പോയി വാങ്ങിച്ചോണ്ട് വാ. അതിന് കുറച്ച് നാളത്തേക്ക്, അതായത് 1 മാസത്തേക്കെങ്കിലും ബെഡ് റെസ്റ്റ് വേണം. അതിന് മരുന്നുകൾ തന്നിട്ടുണ്ടമ്മേ. പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ മാറാവുന്നതേ ഉള്ളൂ. കിടക്കുമ്പോ എനിക്ക് വേദനയൊന്നുമില്ല. ഇത് അന്ന് ചികിത്സിച്ച ഡോക്ടർ ശ്രദ്ധിച്ചില്ലേ? അല്ല, അന്നതിന് ശ്രദ്ധിക്കാനുള്ള കാരണങ്ങളൊന്നും ഇല്ലായിരുന്നമ്മേ. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് വല്യേട്ടനെ ശ്രദ്ധിക്കാൻ ഒരാളാ. അതിന് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരും ഉണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. ഒരാളുടെ ശ്രദ്ധ എപ്പോഴും വല്യേട്ടൻ്റെ കാര്യത്തിൽ ഉണ്ടാവണം.
എന്നുവെച്ചാ ഒരാള് എപ്പോഴും വലിയേട്ടന് ബൈസ്റ്റാൻഡറായി ഉണ്ടാവണമെന്ന്. ജേട്ടൻ ഇങ്ങനെ ഇരിക്കാതെ കിടക്ക്. കിടക്കച്ച. വലിയ കിടക്ക സൂക്ഷിച്ചു. വന്നല്ലോ. കുഞ്ഞുറങ്ങിയോ മീനാക്ഷി? കുഞ്ഞ് നേരത്തെ ഉറങ്ങി. കുഞ്ഞിന്റെ അമ്മ ഉറങ്ങാതെ ഭർത്താവിനെ കാത്തു നിൽക്കുക. എനിക്കിന്ന് രാത്രി ഫുഡൊന്നും വേണ്ട കേട്ടോ. അതെന്താ അങ്ങനെ പറയുന്നേ? ACP വന്നിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാന്ന് കരുതി ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. അത് മീനാക്ഷി, ഫുഡ് വേണ്ടായിരുന്നെങ്കിൽ അതൊന്ന് നേരത്തെ വിളിച്ച് പറയാറുന്നല്ലോ. ഇത്രയും വൈകിയതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. പുറത്തുനിന്ന് ഫുഡ് കഴിച്ചെന്നോ? ആ, അത്രയ്ക്കുണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയെക്കുറിച്ചുള്ള ഓർമ്മ. ഭാര്യയ്ക്ക് കുഞ്ഞിനെ നോക്കി വീട്ടിൽ തന്നെ ഇരുന്നാ മതി. ഓഫീസിൽ എനിക്കിന്ന് എന്തുമാത്രം തിരക്കുണ്ടായിരുന്നെന്നറിയോ? ഇതൊക്കെ ആരോട് പറയാം? ഞാൻ ന്യായമല്ലേ ചോദിച്ചത് ACP? എന്ത് ന്യായം? ഇനിയെങ്കിലും നീ ഒരു പോലീസ് ഓഫീസറുടെ ഭാര്യയാണെന്ന് കരുതി ജീവിക്കണം. ഇത്രയധികം താമസിച്ച് വന്നിട്ട് അത്താഴവും വേണ്ട, എന്നോട് വെറുതെ വഴക്കും. ഇന്ന് ACPക്ക് എന്തു പറ്റി? കാര്യം പറയുന്നതിന് വഴക്കെന്നാണോ അർത്ഥം? എനിക്കേ അറിയൂ എന്റെ സിറ്റുവേഷൻ. നോക്കി പേടിപ്പിക്കണ്ട. എനിക്ക് കുറെ വർക്കുകൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ അത് തീർത്തിട്ടേ കിടക്കൂ. കാർത്തിയും മീനാക്ഷിയും കൂടി ഒരു വഴക്കിനുള്ള സ്പാർക്കിങ്ങോടെയാ ഇവിടുന്ന് പോയത്. അത് കുത്തിപ്പടർന്ന് കാണൂ. അല്ല, ഇത്രയും രാത്രിയായിട്ടും കാർത്തി ഇവിടെ വന്നിരിക്കുന്ന എന്താ? ഉറക്കമില്ലേ? ഉറക്കമില്ലാഞ്ഞിട്ടല്ല, അത്യാവശ്യമായിട്ട് കുറെ കേസ് ഫയലുകൾ നോക്കാനുണ്ട്. മുറിയിൽ ലൈറ്റിട്ട കുഞ്ഞും മീനാക്ഷി ഉറങ്ങില്ല. അതാ ഇവിടെ വന്നിരിക്കാന്ന് കരുതിയത്.
മീനാക്ഷി ഉറങ്ങിയില്ല, അതാ പ്രശ്നം. മീനാക്ഷിയോടുള്ള ഈ സ്നേഹമൊക്കെ ഞാൻ തീർത്തു തരാം. ഒരു കാര്യം ചെയ്യും, ഈ ഹാളിലിരുന്ന് ഫയൽ നോക്കിയാ ആരെങ്കിലും വന്ന് ശല്യം ചെയ്യും. എന്റെ മുറിയിൽ പോയിരുന്ന് ഫയൽ നോക്കിക്കോ. ഞാൻ കിച്ചണിലോ മറ്റോ ഒരു ഷീറ്റ് വിരിച്ച് കിടന്നോളാം. ഏയ് അതൊന്നും വേണ്ട. മൈഥിലി ഇപ്പൊ എന്റെ ഗസ്റ്റ് കൂടിയ. ഗസ്റ്റുകളോട് പ്രത്യേക പരിഗണന വേണം. എന്റെ കുഴപ്പം കൊണ്ടാണെങ്കിലും എന്നെ ഒരു ഗസ്റ്റാക്കി മാറ്റിയത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഇതിനൊക്കെ ഞാൻ മറുപടി തരാം. അതൊന്നും സാരമില്ല. കാർത്തി എന്റെ മുറിയിൽ പോയി ജോലി ചെയ്തോ, അത് തന്നെ എന്തുകൊണ്ട് നല്ലത്. അതൊന്നും വേണ്ട മൈഥിലി. എന്നാ പിന്നെ എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കാർത്തിക്കൊരു കൂട്ടായിട്ട് ഇവിടെ ഇരിക്കാം.